കേരളത്തിലെ ഏറ്റവും കാണാൻ ഭംഗിയുള്ള സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ അത് ധൈര്യമായി പറയാം കുട്ടനാട് ആണെന്ന്. മൺസൂൺ മഴ ജലാശയങ്ങൾ സൃഷ്ടിക്കുന്ന കായൽ നിലങ്ങൾക്കും വേമ്പനാട്ട് കായലിനും വീട്ടുവളപ്പിലെ കുളങ്ങൾക്കും പറയാൻ ഏറെ മീൻകഥകളുള്ള ആലപ്പുഴയിലൂടെ നീലവാനം വീശിയെറിഞ്ഞ മഴയുടെ വലമണി കിലുക്കത്തിലായിരുന്നു കുട്ടനാട്. ആലപ്പുഴ നിന്നും കായിപ്പുറം ശ്രീമൂലം കായലിലേക്കാണ് യാത്ര. പമ്പയാറും മണിമലയാറും ചേർന്ന് കായൽ നിലങ്ങളെ നിറച്ച് കൈനകരി കുപ്പപ്പുറത്ത് വേമ്പനാട്ട് കായലിൽ ചേരുന്നു. സംസ്ഥാനത്ത് ഏറ്റവുമധികം മീനുകൾ വളരുന്നതും പിടിക്കുന്നതും ഈ ജലാശയത്തിൽ നിന്നുമാണ്. ലോകത്തിനു മുന്നിൽ കുട്ടനാടൊരുക്കുന്ന അദ്ഭുതമാണ് സമുദ്രനിരപ്പിനും താഴെയുള്ള നെൽകൃഷി. ഭൂമിയിൽ കുട്ടനാട്ടിലും ഹോളണ്ടിലും മാത്രമുള്ള പ്രതിഭാസം. തുളിപ്പ്, ഓർക്കിഡ് പൂക്കളാണ് അവിടെ വിരിയുന്നതെങ്കിൽ നെൽച്ചെടികളാണ് ഒരു ജനതയെ ആകെ ഊട്ടി വയർ നിറയ്ക്കുന്നത്. ബോട്ട് യാത്രയിൽ കാണാം കേരളത്തിന്റെ നെല്ലറയായ കുട്ടനാട്ടിൽ രണ്ടാൾ താഴ്ചയിൽ നെല്ല് വിളയുന്നത്. കാറ്റും മഴയും ഉന്മാദ നൃത്തം ചവിട്ടുന്നു, കുട വെറും കാണി മാത്രമായി. ഒരുപൂ കൃഷി കഴിഞ്ഞ ശ്രീമൂലം കായൽ, പാടശേഖരം, വലിയൊരു തടാകം പോലെ കണ്ണെത്താ ദൂരം പരന്നു കിടക്കുന്നു. കൃഷ്ണക്കുറുപ്പ് തെറ്റാലിയുമായി കായൽക്കരയിലെ വീഡിയോ ഒന്നും പിടിക്കുന്നുണ്ട്. വഴി പറഞ്ഞ അടയാളം, റോഡ് അവസാനിക്കുന്നിടത്ത് 3 വരിയായിട്ട കമുകിൻ പാലം കടക്കണം. ശ്രീമൂലം തോടിന്റെ ഓരം ചേർന്ന് ചിറയിലൂടെ നടപ്പു തുടങ്ങി. ചെമ്പരത്തിയും ഒതളവും അതിരിട്ട വീടുകൾ. കുട്ടനാടിന്റെ സ്വന്തം ബ്രീഡായ ചാര ചെമ്പല്ലി താറാവുകൾ അപരിചിതരെ കണ്ട് കറുകത്തലപ്പുകളിലേക്ക് ഓടി മാറുന്നു. വിരിഞ്ഞിറങ്ങിയ ലക്ഷണമൊത്ത കുഞ്ഞുങ്ങൾ. തോട് വളയുന്നിടത്തുണ്ടെന്നാണ് ഫോണിൽ പറഞ്ഞത്. വളവ് നിവർന്നിട്ടും ആരെയും കാണുന്നില്ല, മഴയിൽ തളിർത്ത പച്ചയൊഴികെ. സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഉണങ്ങി വീണ തെങ്ങോല കുത്തി നിർത്തിയതിനു പിന്നിൽ കുളിച്ച വില്ലുമായി നിൽക്കുകയാണ് വടക്കൻ പാട്ടിലെ പടക്കുറുപ്പിനെ പോലെ ചതുർത്യാഗരി കുറുപ്പശ്ശേരിയിൽ കൃഷ്ണക്കുറുപ്പ്. കരയിലൂടെ നടന്നു വന്നങ്ങൾ അടുത്തെത്തും വരെ കണ്ടില്ല, പിന്നെ വെള്ളത്തിലെ മീനുകളുടെ കണ്ണിൽപ്പെടുമോ? ആലപ്പുഴയുടെയും കോട്ടയത്തിന്റെയും ഉദരത്തിൽ ജനിച്ച പോലെ വേമ്പനാട്ട് കായൽ പതുങ്ങിക്കിടക്കുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ തടാകം ഉൾനാടൻ മത്സ്യബന്ധന മേഖലയുടെ ജീവനാഡിയാണ്. അച്ചൻകോവിൽ, പമ്പ, മണിമല, മീനച്ചിൽ, മൂവാറ്റുപുഴ, പെരിയാർ എന്നീ പ്രധാന നദികളൊക്കെ ഒഴുകിയെത്തുന്നത് വേമ്പനാടിന്റെ മടിയിലേക്കാണ്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളുടെ തീരപ്രദേശങ്ങളെ ജലസമൃദ്ധമാക്കുന്നതൊപ്പം ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികൾക്ക് ജീവനോപാധിയും നൽകുന്നു വേമ്പനാട്ട് കായൽ. കുട്ടനാടിന്റെ നെഞ്ചിലൂടെയുള്ള ഒരു യാത്ര. അതിന്റെ ആഹ്ലാദം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. എത്രയോ പ്രാവശ്യം കുട്ടനാടിന്റെ കായൽപ്പരപ്പിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട്. എന്നാൽ മടുപ്പ് അനുഭവപ്പെട്ടിട്ടില്ല. അത് അക്കരെ തുരുത്തിലേക്ക് മാത്രമുള്ളതാണെന്ന് ഞങ്ങളുടെ ഡ്രൈവർ പറഞ്ഞു. അതിലെ യാത്ര രസകരമായിരുന്നു. വളരെ കുറച്ചു പേർ മാത്രം. തുഴക്കാരന് കയ്യിലുള്ള പങ്കായം ചെറുതായി വെള്ളത്തിലേക്ക് താഴ്ത്തുന്നു. പിന്നെയും അത് ചലിപ്പിച്ച് കാണ്ടിരിക്കെ ചെറുവെള്ളം അക്കരയ്ക്ക് നയാക്കി മുന്നയാട്ട്. എത്രയോ പ്രത്യേകതകൾ ഈ ജലഭൂമിക്ക് സ്വന്തമാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും താഴ്ന്ന പ്രദേശങ്ങളിലൊന്നാണ് കുട്ടനാട്. സമുദ്രനിരപ്പിനേക്കാൾ താഴെയാണ് ഇവിടം. സമുദ്രനിരപ്പിൽ നിന്നും 2.2 മീറ്റർ താഴെ മുതൽ 0.6 മീറ്റർ മുകളിൽ വരെയാണ് ഈ പ്രദേശത്തിന്റെ താഴ്ച. 500 ചതുരശ്ര കിലോമീറ്ററാണ് കുട്ടനാടിന്റെ വിസ്തീർണവും. അതിന്റെ ഉമ്മറത്ത് ഇരുന്ന് 2 വിദേശികൾ. അവർ കായൽ സൗന്ദര്യവും നുകരുകയാണ്. അരൂർ കുമ്പളം പാലം കടക്കുമ്പോഴോ ബോട്ട് യാത്രയിലോ കായലിൽ നിരത്തികൾ പൈതൃകമായി കിട്ടുന്നതാണ്. വിൽക്കുകയും പാട്ടത്തിനെടുക്കുകയും ചെയ്യാവുന്ന ഒന്ന്. കായലിന്റെ അടിത്തട്ടിൽ താഴ്ത്തിയ കുറ്റികളാണിവ. 11 പാകം കയറിൽ കെട്ടുന്ന വലയാണിതിൽ ഉറപ്പിക്കുന്നത്. ഇരു കൈകളും വിടർത്തിയാലെത്തുന്ന അകലമാണ് ഒരു പാകം. ഒത്ത ഒരാളുടെ ഉയരമാണിത്. വേലി ഇറക്കത്തിലാണ് വല കെട്ടുന്നത്. 5 മീറ്ററാണ് വല കെട്ടുന്ന കുറ്റികളുടെ അകലം. ഇറക്കിൽ ഒഴുകിയിറങ്ങുന്ന ചെമ്മീനുകളെയാണ് ലക്ഷ്യമിടുന്നത്. 4 മണിക്കൂറാണ് ഇറക്കം ശക്തമായി നിൽക്കുന്ന തക്കം. അതിനുള്ളിൽ വല കെട്ടുകയും അഴിക്കുകയും വേണം. പേമാരിയോ ഇടിവെട്ടയോ മിന്നലോ എന്തായാലും അതിനൊരു മാറ്റമുണ്ടാവില്ല. തക്കത്തിന് വലയെടുത്താലേ കോളുണ്ടാവൂ. ഇല്ലെങ്കിൽ മീനുണ്ടാവില്ലെന്ന് മാത്രമല്ല, ഒഴുക്ക് നിലച്ച് നിലത്ത് മുട്ടുന്ന വലയിലെ ചെറുമീനുകളെ തിന്നാനെത്തുന്ന ഞണ്ടുകൾ കടിച്ച് വല കേടാക്കും. വേമ്പനാട്ട് കായലിൽ അരൂക്കുറ്റി മുതൽ തണ്ണീർമുക്കം വരെയുള്ള ഭാഗത്ത് 6 മാസക്കാലമേ വല കെട്ടാനാവൂ. തണ്ണീർമുക്കം ബണ്ട് തുറക്കുമ്പോഴാണ് അപ്പുറത്തുള്ള മീനുകളൊക്കെ ഇറക്കത്തിലിങ്ങു പോരുന്നത്. കുറച്ചു സമയം കഴിഞ്ഞപ്പോഴാൾ ചില തുരുത്തുകൾ ദൃശ്യമായി തുടങ്ങി.
കായലിന്റെ നടുവിലായുള്ള കുറച്ച് കരഭാഗാമൺ തുരുത്തുകൾ. അവിടെ വീടും കൃഷിസ്ഥലവും ഒക്കെയുണ്ട്. നാൾ ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ട കുഞ്ഞു കുഞ്ഞു ദ്വീപുകൾ എന്നും പറയാം. അവിടെയുള്ളവർക്കെല്ലാം തേയാണികൾ ഉണ്ട്, അല്ലെങ്കിൽ ചങ്ങാടങ്ങൾ. സ്ത്രീകളും തീരെ ചെറിയ കുട്ടികളും തേയാണിയും ചങ്ങാടവും തുഴഞ്ഞുപയാകുന്നത് കണ്ടപ്പോഴാണ് അത്ഭുതം തേയാന്നി. പക്ഷെ നമുക്ക് മാത്രമാണ് അത്ഭുതം. ഇവർക്ക് ഇതാന്നും കൗതുകമല്ല, ജനിച്ചു വീഴുന്നതും നിത്യജീവിതം കഴിക്കുന്നതും ജലത്തിനു മുന്നിൽ. പുളിങ്കുന്നിൽ എത്തിയപ്പോഴാകെ വിവിധതരം ദേശാടന പക്ഷികളെ കണ്ടു. എത്ര മനോഹരമാണ് അവയുടെ തൂവൽ പുതപ്പുകൾ! കൂട്ടമായാണ് അവ തുഴഞ്ഞു വരുന്നത്. വേയാട്ടിന്റെ ഗതി കണ്ടപ്പോഴാണ് അവറ്റകളും ഗതിമാറ്റി. പലതരം ക്യാറ്റുകളും വെളുപ്പും കറുപ്പും ഇടകലർന്ന താറാവുകളും ഇടയ്ക്കിടെ പ്രത്യക്ഷപ്പെട്ടു വേണ്ടിരുന്നു.